ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഇല്ലായ്മ തന്നെയാണ് നിങ്ങളുടെ ശക്തിയാവാൻ പോകുന്നത്. അതായത് നിങ്ങളെ എല്ലാവരും വിചാരിക്കുന്നത് നിങ്ങൾക്കൊരു പവറുമില്ല, നിങ്ങൾ വെറും ഒരു എന്താ പറയുക, നിങ്ങളെ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാം, അങ്ങനെ ഒരാളാണ് നിങ്ങൾ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശക്തിഹീനത തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ശക്തി എന്നതാണ് റീഡിങ്ങിൻ്റെ ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് കാര്യം റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചിന്ത ഉണ്ടായിരുന്ന ആ ചിന്ത തന്നെ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എനർജി എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ശബ്ദത്തിൽ, മറ്റുള്ളവരുടെ പ്രവൃത്തിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രഭാവിതരാകും. അതാണ് നിങ്ങളുടെ എനർജി. ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻ, ഏതെങ്കിലും കാര്യം റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ പ്രഭാവിതരാകും. കാരണം നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തിയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ടാകും. അത് കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് അറ്റാച്ച് ആവുന്നു എല്ലാവരുമായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്ന് വളരെ മോശം രീതിയിൽ പെരുമാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, നിങ്ങൾ പ്രതികരിക്കും. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ ആർക്ക് വേണ്ടിയെങ്കിലും നല്ലത് ചെയ്യാൻ പോയാൽ തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത് മോശമായിരിക്കും. അതായത് നിങ്ങളുടെ മുന്നിൽ എന്ത് തെറ്റ്, അനീതി നടന്നാലും നിങ്ങൾ അവിടെ പ്രതികരിക്കും. അതായത് ഒരു വ്യക്തി ഇങ്ങനെ നടന്നു പോകുന്നു, അവരുടെ ചിന്ത വേറെ എവിടെയാണ്, അവരുടെ മുന്നിൽ ഒരു കുഴി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അവരെ പോയി ചെന്ന് വിളിച്ച് പറയുന്നത്, നിങ്ങൾ സൂക്ഷിച്ച് കുഴിയുണ്ടെന്ന്. അങ്ങനെ ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ മുന്നിൽ ആര് അനീതി ചെയ്താൽ നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ല, പ്രതികരിക്കും നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് തന്നെ വിനയായി മാറി. കാരണം നിങ്ങളുടെ ഇത്രയും നല്ല നന്മ മറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലെ വിചാരിക്കാൻ സാധിക്കത്തില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയുടെ നല്ലത് ചെയ്തു, അപ്പോൾ ആ വ്യക്തി പറയും, ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കും. അതായത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഭാവം അവർക്ക് നിങ്ങളോട് ഉണ്ടാവത്തില്ല. ചില ആൾക്കാർ പറയും, വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്നു നിങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടി നല്ലത് ചെയ്താലും തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത് മോശമാണ്. ഇവിടെ ആരുടെയെങ്കിലും ലൈഫിൽ നിങ്ങൾ നിയന്ത്രണം വച്ചിട്ട് അങ്ങനെയും എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് മോശമാണ് കിട്ടിയത്. അതായത് അവർ പറയും, അയ്യോ ഇത് ഞങ്ങളാണല്ലോ ചെയ്തത്, നിങ്ങളല്ലല്ലോ ചെയ്തത് എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര നന്മ ചെയ്താലും മറ്റുള്ളവർ നിങ്ങളെ മോശം രീതിയിലാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ നല്ലതായിട്ട് പോലും നിങ്ങൾക്ക് വിഷമം അനുഭവിക്കേണ്ട ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് വിഷമം സഹിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രാക്ടിക്കൽ ആവണം. നിങ്ങളിങ്ങനെ ഇമോഷണൽ ആവരുത്. നിങ്ങൾ എത്ര ഒരു വ്യക്തിക്ക് വേണ്ടി നല്ലത് ചെയ്തിട്ട് ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് മോശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ അപ്പോൾ അവിടെ പ്രാക്ടിക്കൽ ആവണം. അതായത് നിങ്ങൾ സ്ഥിതികളൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ സ്വയം മാറുക. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവും നിങ്ങളുടെ വാല്യൂ എന്തായിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രാക്ടിക്കലാവുക, ഇമോഷണൽ ആവാതെ പ്രാക്ടിക്കലാവുക. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങളെ കറേജിയസ് ആക്കാൻ, നിങ്ങളെ റിസ്ക് ടേക്കർ ആക്കാൻ, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആയത്. കൂടാതെ നിങ്ങളെ ഒരു പാഷനേറ്റ് എനർജിയിൽ കൊണ്ടുവരണം, ബോൾഡ് സ്റ്റെപ്പ് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കണം. അതിനൊക്കെ വേണ്ടിയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് മാത്രമാണ് ചിന്തിക്കുന്നത്. കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നവരും കൂടിയാണ്. അതായത് നിങ്ങൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും, ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചിന്തിച്ചു, എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തു, ഞാൻ ചെയ്ത തെറ്റായിപ്പോയി എന്നുള്ള രീതിയിൽ നിങ്ങൾ പശ്ചാത്തപിക്കും. ഇവിടെ എല്ലാ പ്രാവശ്യവും നിങ്ങളൊരു പാറ്റേൺ സഹിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എത്ര കോംപ്രമൈസ് ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടിയത് വിഷമം മാത്രമാണ്. അതായത് എത്ര തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടും നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്ന പഴി ഇതാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്, നിങ്ങൾ സ്വാർത്ഥരാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നില്ല. അങ്ങനെ ഒരു പഴി നിങ്ങൾക്ക് എപ്പോഴും കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി തെറ്റ് മാത്രമാണ് ചെയ്തത്, നല്ലതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല, അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത്. ഇവിടെ ഒരു വ്യക്തി അവരുടെ വിലപ്പെട്ട സമയം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയാണ്, എന്നിട്ടും ആ വ്യക്തിക്ക് കിട്ടുന്ന പഴി ഇതാണ്. അപ്പോൾ നിങ്ങൾ ഹെർമിറ്റ് മോഡിൽ പോയി എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് എന്ന് നോക്കി. കാരണം എൻ്റെ വിലപ്പെട്ട സമയം ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ട് എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള അവസ്ഥയാണ്. ഇവിടെ മെയിനായിട്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ പ്രഭാവിതരാകുന്നു. അതാണ് ആദ്യം മാറ്റേണ്ടത് നിങ്ങൾ. അതായത് അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും, അവരെന്നെ എന്ത് പറയും, ഇവരെന്നെ എന്ത് പറയും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു നിങ്ങൾ ആവശ്യമില്ലാതെ റിയാക്ട് ചെയ്യുന്നു. പെട്ടെന്ന് ആൾക്കാരുടെ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. അതിലൊരു മാറ്റം കൊണ്ടുവരിക നിങ്ങൾ.
ഇവിടെ നിങ്ങൾക്ക് സ്ഥിതികളെ എപ്പോൾ വേണമെങ്കിലും മാറ്റാം. പക്ഷേ നിങ്ങളത് അറിയാമെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ഥിതിയിൽ നിന്ന് മറ്റൊരു സ്ഥിതിയിലേക്ക് പോവാം. പക്ഷേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആ ഒരു ശക്തിയില്ലായ്മയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദൈവം പറയുന്നത് നിങ്ങൾ കുറച്ചൊന്ന് പ്രാക്ടിക്കൽ ആവണമെന്നാണ്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു ഒറ്റ സ്വഭാവം കാരണം ആൾക്കാർ നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്കാർക്ക് അറിയാം നിങ്ങൾ ഏത് രീതിയിലാണ് മാനേജ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഉള്ള ശക്തിഹീനത എന്താണ് എന്ന് അവർക്കറിയാം. അപ്പോൾ അത് വച്ചാണ് അവർ നിങ്ങളോട് പെരുമാറുന്നത്. എന്ത് പോയിന്റ് പറഞ്ഞാലാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് എന്നുള്ള കാര്യവും ഇവർക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എവിടെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്, എവിടെ പറയുമ്പോഴാണ് നിങ്ങൾ കരയുന്നത്, വിഷമിക്കുന്നത്, അങ്ങനെ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. അതായത് നിങ്ങളുടെ ആ ഒരു പോയിന്റ് എന്താണോ അവിടെ ടാർഗറ്റ് ചെയ്ത് പറയും ഇവർ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിലൊന്നും കൂടുതലായിട്ട് വാല്യൂ കൊടുക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം ഈ വ്യക്തികൾ ഇങ്ങനെയാണ് നിങ്ങളെ യൂസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ എത്രത്തോളം ബോൾഡാവുമോ ഈ ആൾക്കാരുടെ ആ ഒരു എല്ലാ ഇതും നിങ്ങളെ ഇമോഷൻസ് വെച്ച് കളിക്കുന്നില്ല, ഇങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാ പ്ലാനിങ്ങും തകരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ബോൾഡാവണം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു ടാർഗറ്റ് ആവാൻ പാടില്ല നിങ്ങൾ. ഇവിടെ നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇനി നിങ്ങൾ അങ്ങനെ റിയാക്ട് ചെയ്യത്തില്ല. കാരണം നിങ്ങൾക്കെല്ലാം മനസ്സിലായി. ഇവിടെ ഒരു വ്യക്തി അവരുടെ തന്നെ ആ ഒരു വലയിൽ വീഴ്ത്തുന്ന ആ ഒരു എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടേത്. അതായത് അവരെന്താണോ പറയാൻ വന്നത് അത് അവർക്ക് തന്നെ വിനയായി മാറുന്ന അവസ്ഥ. അതായത് നിങ്ങളെ യൂസ് ചെയ്യാം, നിങ്ങളെ ടാർഗറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് അവർ വരും. പക്ഷേ നിങ്ങൾ അതിൽ ഒരു പ്രതികരണവും നടത്താതെ വരുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ഇവരുടെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. മുമ്പ് നിങ്ങളുടെ ആ ഒരു സമയത്തിൻ്റെ ആ ഒരു ഇത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അതായത് സമയം വേസ്റ്റാക്കി കളയുന്ന ആ ഒരു ഇത് നിങ്ങൾക്കുണ്ടായിരുന്നു. അതായത് ഒന്നുകിൽ മറ്റുള്ളവർ മുഖേന നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റായി പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കൺഫ്യൂഷൻ കാരണം. പക്ഷേ ഇപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ സമയം വെറുതെ വേസ്റ്റാക്കി കളയത്തില്ല, അങ്ങനൊരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജിയെ തെറ്റായ സ്ഥലത്ത് വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എവിടെയാണോ നിങ്ങൾക്ക് വാല്യൂ ഇല്ലാത്തത് അവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കുന്ന ഈ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നത് നല്ലതാണ്. അതായത് ഒരു വ്യക്തി റിലേറ്റഡായിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള മറ്റുള്ളവർ റിലേറ്റഡായിട്ട് ഒരു ക്ലാരിറ്റി ലഭിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്വഭാവത്തിലേക്ക് വരുന്നു. നമുക്ക് ഒരു വാല്യൂ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അവിടെ നിൽക്കാൻ പോകുന്നത്? അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയം ഇങ്ങനെയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങൾ എന്നേക്കുമായിട്ട് നിങ്ങളിൽ നിന്ന് റിലീസായി പോവുകയും ചെയ്യും. അതായത് ഒരു ആത്മാവ് പുതിയ വസ്ത്രം ധരിക്കത്തില്ലേ, അതേപോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്കും ഒരു അത്ഭുതം തോന്നും, എനിക്ക് പല രീതിയിലുള്ള പരിവർത്തനം ഉണ്ടാവുന്നല്ലോ, ഇതിനു മുമ്പ് ഇങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ള രീതി നിങ്ങൾക്കും തോന്നും. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ നമ്മുടെ ആ ഒരു എനർജി ഉറപ്പായിട്ടും അങ്ങനെ തന്നെ പോകണം. ഇമോഷണലിൽ നിന്ന് പ്രാക്ടിക്കലായിട്ട് പോകണം. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഇമോഷണലായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ പ്രാക്ടിക്കലാകണം. അതായത് ഞാൻ പറയുന്നത് ഇത്രത്തോളം നമ്മൾ ഇമോഷണൽ ആവാൻ പാടില്ല. ഒരു വ്യക്തി നമ്മളെ മിസ്യൂസ് ചെയ്യുക, നമ്മളെ യൂസ് ചെയ്യുക, ആ രീതിയിൽ നമ്മൾ ഒരിക്കലും ഇമോഷണൽ ആവാൻ പാടില്ല. അതായത് ഈ കഴിഞ്ഞു പോയ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ നിങ്ങൾ അനുഭവിച്ചു, ഒരു വ്യക്തി നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്ന ആവശ്യമില്ലാതെ നിങ്ങൾക്ക് അതിന് നിന്ന് കൊടുക്കേണ്ട അവസ്ഥ, നിങ്ങൾ പ്രാക്ടിക്കലാവുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുണ്ട്. കാരണം സഡനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു പരിവർത്തനം ഉണ്ടായി, ചേഞ്ചായി നിങ്ങൾ. കാരണം ഇതാണ് വേണ്ടത്. ഇനി ഒരു രീതിയിലുമുള്ള ആ ഒരു എനർജി നിങ്ങളുടെ ശബ്ദം റിലേറ്റഡായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി റിലേറ്റഡായിട്ടോ നിങ്ങളെ പ്രഭാവിതരാക്കാൻ പറ്റത്തില്ല. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ അധീനതയിലാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ജോലി, എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ അധീനതയിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറം പ്രാക്ടിക്കലായിട്ട് തീരുമാനം എടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് അതെല്ലാം ഒരു സൈഡിൽ വച്ചിട്ട് നിങ്ങൾ പ്രാക്ടിക്കലാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്.
അതായത് നിങ്ങളെ തളർത്തുന്ന രീതിയിലുള്ള ഒരു ഹാബിറ്റും നിങ്ങൾക്ക് വേണ്ട, അങ്ങനെ നിങ്ങൾ തീരുമാനമെടുക്കും. ഒരു പ്രാവശ്യം തന്നെ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഈ രീതിയിലുള്ള പരിവർത്തനം ആൾക്കാരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതായത് ഇതെന്താ സംഭവിക്കുന്നത് എന്ന് ആൾക്കാർക്ക് തോന്നും. ഇതാണ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ കൂടെ സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ ഈ ഒരു പരിവർത്തനം ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണോ സംഭവിക്കുന്നത്, നല്ലതാണ് സംഭവിക്കുന്നത് എന്ന് മാത്രം വിചാരിക്കുക. ആക്ഷൻ എടുക്കേണ്ട ശരിയായ ടൈമിൽ ആക്ഷൻ എടുക്കുക. നിങ്ങൾ ഈ ഒരു ടൈമെന്ന് പറയുന്നത് നിങ്ങൾ പാഷനേറ്റീവായിട്ട് എന്തോ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ലൈഫിൽ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സമയമാണ് ഇത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ബലശാലിയാക്കും ഈശ്വരൻ എന്നാണ് കാണാൻ സാധിക്കുന്നത്. നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തിക്ക് അവരുടെ ആ ഒരു റെസ്പെക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ആ വ്യക്തിയുടെ ആ ഒരു റെസ്പെക്റ്റിന് കോട്ടം തെറ്റുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇത് നിങ്ങളിലും ഉണ്ട്. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെയാണ്, അതായത് നിങ്ങൾക്കും അറിയാം വ്യക്തി തെറ്റുകാരാണ് എന്ന്. പക്ഷെ അവർ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. പക്ഷേ നിങ്ങളെന്താ ചിന്തിക്കുന്നത്, അവർ ചെയ്യുന്നത് പോലുള്ള തെറ്റ് എനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം ഞാൻ അവരെ പോലെ അത്രയ്ക്ക് ലോ ലെവലിൽ ചിന്തിക്കുന്ന ആളല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് മോശം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ തിരിച്ച് അവരോട് മോശം ചെയ്യത്തില്ല. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ അതേപോലെ ഒരിക്കലും ചിന്തിക്കത്തില്ല, കാരണം എൻ്റെ വഴി നന്മയുടെ വഴിയാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. മുന്നേ നിങ്ങളുടെ ആ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, നിങ്ങൾ ദേഷ്യപ്പെടും അവരോട്. അപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ഇമേജിനെ അവർ പറഞ്ഞതും വേറൊരു വ്യക്തിയോട്, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ഇവർ പെട്ടെന്ന് ദേഷ്യം ഉള്ള വ്യക്തിയാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വ്യക്തിയാണ്, എങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾ ആരോട് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല, എൻ്റെ കർമ്മം നല്ലതാണെങ്കിൽ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ വലിയൊരു മാറ്റം വന്നത് ഇതാണ്. അതായത് മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള പേടിയിലായിരുന്നു ഇത്രയും നാൾ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡല്ല. ഇവിടെ സമയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും, ആര് നല്ലത് ആര് മോശമെന്ന്. ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വാസമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആ രീതിയിലാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഒരു രീതിയിലും ആർക്കും വേണ്ടി നിങ്ങളുടെ എനർജി മോശമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ വളരെ ഭാഗ്യശാലിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം നിങ്ങൾക്ക് ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടായല്ലോ. കാരണം നിങ്ങൾ മുന്നേക്ക് ആൾക്കാരുടെ പിറകെ പോയിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആൾക്കാരുടെ പിറകെ പോകുന്നില്ല. കാരണം അതൊരു നല്ല മാറ്റമാണ്. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു തകർച്ച നിങ്ങൾക്ക് ഉണ്ടായി. അതിനുശേഷം പിന്നെ നിങ്ങളുടെ ആ ഒരു എനർജി പുതിയ രീതിയിലായി. അതായത് ഞാൻ എനിക്ക് വാല്യൂ തരാത്തവർക്ക് വേണ്ടി എൻ്റെ സമയം വേസ്റ്റാക്കി കളയണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് മാറാൻ തുടങ്ങി. ഇപ്പോൾ നമ്പർ 7 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ബ്രൗൺ കളറിലുള്ള ഡോഗിനെ കാണാൻ സാധിക്കുന്നുണ്ടാവും. സ്വപ്നത്തിൽ വെള്ളത്തും കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതെല്ലാം ഇതിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ലഭിച്ചു, എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള കാര്യത്തിൽ. എന്ത് കാര്യമാണ് ഞാൻ വിട്ട് കളയേണ്ടത്, എന്ത് കാര്യത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചു. തീരുമാനം നിങ്ങളുടേതാണ്. ദൈവം പക്ഷേ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ ഒരു കാര്യത്തിൽ. ഒരേ കാര്യം തന്നെ നിങ്ങൾ വീണ്ടും 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 അനുഭവിച്ചു നിങ്ങളുടെ ലൈഫിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാരണം എത്ര അനുഭവിച്ചിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനിങ്ങനെ വെറുതെ വിഷമം അനുഭവിക്കണം. അപ്പോൾ നിങ്ങൾ ചേഞ്ച് ആവാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു പ്രാവശ്യത്തെ ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ വലിയ ലെവലിലുള്ള ചേഞ്ചസ് ആണ്. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടായി നിങ്ങൾക്ക്. അതായത് ഈ ഒരു കാര്യത്തിൽ ഉള്ള മാറ്റം വളരെ വലുതാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അവർ എന്ത് പറയും എന്നുള്ള അതിലൊരു മാറ്റം വന്നില്ല, അത് തന്നെ വലിയ കാര്യം.
നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫ് നല്ലതായിട്ട് പോകണമെന്നാണ്. അല്ല മറ്റുള്ളവർ എന്ത് പറയും പ്രവർത്തിക്കുമെന്നുള്ളതല്ല നിങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും വിഷമം വരുമ്പോഴെല്ലാം ആൾക്കാർ ആരും തന്നെ വന്ന് നിങ്ങളെ വിഷമം മാറ്റുന്നില്ല. അതുകൊണ്ട് ആൾക്കാരുടെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ നിങ്ങൾ ഒരു സ്ഥിതിയിൽ ഒറ്റയ്ക്കായി, ആരും തന്നെ നിങ്ങളെ സഹായിക്കില്ലെന്നോ. ആ സമയം നിങ്ങളെ സഹായിച്ച ദൈവം മാത്രമാണ്. അപ്പോഴും ഈ ആൾക്കാർ നിങ്ങൾക്ക് ടെൻഷൻ മാത്രമാണ് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴും നിങ്ങൾ ദൈവത്തിനോട് മാത്രമാണ് വിഷമം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്ക് തോന്നി എന്തിന് നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കണം, എൻ്റെ ലൈഫിൽ ഗ്രോത്ത് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി. ഇവിടെ ഞാൻ പറയുന്ന ഇത്ര മാത്രമാണ്. മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കർമ്മത്തിൽ ദൈവം പ്രസന്നനാണ്. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഒത്തിരി നെയിം ഫെയിം നിങ്ങൾക്ക് ഉണ്ടാകും. സ്വയം ഒരു വ്യക്തി അവർക്ക് വാല്യൂ കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും സമയം മാറുന്നതാണ്. അതായത് ഒരു വ്യക്തിയുടെ പിറകെ അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ പിറകെ നിർത്തുമ്പോഴാണ് അവരുടെ ആ ഒരു ലൈഫിൽ ചേഞ്ചസ് വരുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ പേഴ്സണാലിറ്റിയെ നിങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തിനാ ഞാനിങ്ങനെ മറ്റുള്ളവരുടെ പിറകെ പോകണം, എന്തിനാ ആ ഒരു കാര്യത്തിൻ്റെ പിറകെ പോകണം, ആ കാര്യം വേണമെങ്കിൽ ഇങ്ങോട്ട് എൻ്റെ പിറകെ വരട്ടെ, അവർ വേണമെങ്കിൽ എൻ്റെ പിറകെ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാവുന്നത്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഊർജ്ജം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. റീഡിങ്ങിൽ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ എനർജി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളുടെ ആ ഒരു കഴിവ് എന്താണെന്ന് മനസ്സിലാക്കൂ എന്ന്. അതേപോലെയാണ് ഞാനിപ്പോഴും പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ബുദ്ധി പല കാര്യങ്ങളിലും ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ എന്തായിരിക്കും, ഇവിടെ എന്തായിരിക്കും അവസ്ഥ, അങ്ങനെ. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒന്ന് റിലാക്സായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കൂ. ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെ ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവാതെ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് എന്താണോ അതിൽ കോൺസെൻട്രേഷൻ ചെയ്യുക. നിങ്ങളിൽ ചില ആൾക്കാർ ഇങ്ങനെയാണ്, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ ജോലി ചെയ്യാൻ, ഈ ജോലി ചെയ്യാൻ. ഈ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 10 ജോലിയുടെ ചിന്തയായിരിക്കും മനസ്സിൽ. അപ്പോൾ അത് മാറ്റുക. ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു ജോലിയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുക. അത് പഠിക്കുന്ന കാര്യത്തിലായാലും ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ ഏകാഗ്രമാക്കുന്നുണ്ട് നിങ്ങളെ തന്നെ. പഴയതുപോലെ അത് ഇത് അങ്ങനെ 10 ജോലികൾ മനസ്സിൽ അങ്ങനെയില്ല. നിങ്ങൾക്ക് പാസ്റ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങളൊന്നും ചെയ്യത്തില്ല. ഇപ്പോൾ രാവിലെ എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കത്തില്ല. ഒരു ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ. പാസ്റ്റിൽ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിയന്ത്രണമാണ് ഉണ്ടായിരുന്നത് കൂടുതലായിട്ടും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലുമുള്ള നിയന്ത്രണത്തിൽ നിന്ന് നിങ്ങൾ മുക്തരായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരിടത്തും കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല, അങ്ങനൊരു തീരുമാനവും നിങ്ങൾ എടുത്തു കഴിഞ്ഞു. അതായത് സമയം ഇങ്ങനെ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു എനർജിയിലും ചേഞ്ച് വരും. ഇനിയെങ്കിലും എനിക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കണം, അങ്ങനൊരു തോന്നൽ നിങ്ങൾക്കും വരും. അതായത് എനിക്കും എൻ്റെ ലൈഫ് നല്ല രീതിയിൽ ജീവിക്കണം, സ്വതന്ത്രമായിട്ട് ജീവിക്കണം, ആരുടെയും കൺട്രോൾ ഇല്ലാതെ, അങ്ങനെ തോന്നുന്ന നിങ്ങൾക്കും വരും. ഇവിടെ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളുടെ വർക്കിലായിരിക്കും കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഇവിടെ ഇനി നിങ്ങൾക്ക് ആരിൽ നിന്നും ഒരു സിമ്പതി വേണ്ട എന്നുള്ള മൈൻഡായിരിക്കും. അതായത് നിങ്ങളുടെ മേൽ എന്ത് ആരോപണം ഉണ്ടെങ്കിലും അത് സമയം മാറ്റിക്കോളും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും. ഒരു സ്ട്രോങ് ബിഹേവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. നിങ്ങൾ ഇനി നിങ്ങളുടെ ആ ഒരു വർക്കിൽ ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം നിങ്ങളെ മറ്റുള്ളവർ അറിയുന്ന രീതിയിൽ ഉള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റാൻ വേണ്ടി അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി നെയിം ഫെയിം ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു വർക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് എവിടെയാണോ നിങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്ന് അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തോ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നിങ്ങൾ പോലും വിശ്വസിക്കരുത്, ദൈവമേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷേ അതിനപ്പുറം എനിക്ക് ലഭിച്ചല്ലോ ദൈവമേ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഒരു വർക്ക് നിങ്ങളുടെ നല്ലതായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നെയിം ഫെയിം ലഭിക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും അത് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇപ്പോഴും ചില ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ട്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഒരു കുറവില്ലാതായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എല്ലാ സ്ഥലത്തും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നേറുന്നതായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക.
അതായത് ഇനി എൻ്റെ ലൈഫിൽ ഒരു മാറ്റം അത്യാവശ്യമാണ്, ഒരു കംഫർട്ടബിൾ സോണിലും ഞാൻ ഇരിക്കത്തില്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വാട്ടർ അഫർമേഷൻസ് നിങ്ങൾ പറയുക, മിറർ അഫർമേഷൻസ് പറയുക, ഇത് രണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കാവും. ഇത് രണ്ടും പറയുക നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ മുഖം നിങ്ങൾ ഉറപ്പായിട്ടും കണ്ണാടിയിൽ നോക്കണം. ഇനി തൊട്ട് നിങ്ങളുടെ മുഖത്ത് ഒരു തിളക്കവും ഒരു നിറം കൂടുന്നതായിട്ടും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഇൻഫർമേഷൻസ് മാത്രം മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുക. അതായത് ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഇവരോട് ഇത് പറയണോ വേണ്ടോ നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെയുള്ളവരോട് മാത്രം എല്ലാം തുറന്ന് പറയുക. അല്ലാത്തവരോട് കുറച്ച് മാത്രം ഇൻഫർമേഷൻസ്, നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കുറച്ച് മാത്രം കൊടുക്കുക. ഇവിടെ ഇനി നിങ്ങളുടെ അടുത്ത ഭാഗ്യത്തിൽ ഇനിയും പഴയ പാറ്റേൺ, പാസ്റ്റിലെ പാറ്റേൺ തന്നെ അനുഭവിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ മോശം കർമ്മം അനുഭവിക്കേണ്ടി വരുമോ, ദുഃഖം, നഷ്ടം അതൊക്കെ സംഭവിക്കുമോ എൻ്റെ ലൈഫിൽ, അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. സന്തോഷമാണ് നിങ്ങളുടെ ഭാഗ്യത്തിലുള്ളത്. ഇവിടെ മുന്നേ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നു നിങ്ങളുടെ ലൈഫിൽ മോശം സ്ഥിതി ക്രിയേറ്റ് ആക്കാൻ, പക്ഷേ ഇനിയില്ല. ഇവിടെ നിങ്ങളിനി സ്ഥിതികളെ മാറ്റാൻ നോക്കത്തില്ല, സ്വയം നിങ്ങളിലൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കും. എനിക്ക് ഈ ഒരു സ്ഥിതിയിൽ നിന്നുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, ഞാൻ ചേഞ്ച് ആയാൽ മാത്രം മതി എനിക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കും. അപ്പോൾ ഏത് സ്ഥിതിയായാലും ഏത് വ്യക്തിയായാലും നിങ്ങളെ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം നിങ്ങളുടെ എനർജി ചേഞ്ച് ആവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.